ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും ജനാധിപത്യം എന്ന മഹത്താ ആശയത്തെക്കുറിച്ചും നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. ജനാധിപത്യം എന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുമ്പോൾ മാത്രം സംഭവിക്കുമെന്നാണ് നമുക്കറിയാം. ആ ഉൾക്കൊള്ളുന്നവയിൽ പരസ്പരം യോജിക്കാൻ കഴിയാത്ത, പരസ്പരം ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആശയങ്ങളുണ്ടാവാം, വ്യക്തികളുണ്ടാവാം. ഇവയ്ക്കെല്ലാം ചേർന്ന് പോകാൻ കഴിയുന്ന രീതിയിൽ രൂപപ്പെട്ടു വരുന്നതും കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെട്ടു പോകുന്നതുമാണ് ജനാധിപത്യം എന്ന ആശയം എന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. ആ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ പലതരം വേദികളുണ്ട്. ആ ജനാധിപത്യത്തിലേക്ക്, ആ പൗരബോധത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ എത്തിക്കുന്നതിൽ കാരണമാകുന്ന പലവിധം സംഭവങ്ങളുണ്ട്. അതിൽ കലാപങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്, പ്രകൃതി ദുരന്തങ്ങളുണ്ട്. ആ ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, മനുഷ്യൻ്റെ അവകാശങ്ങൾ പ്രകടിപ്പിച്ചവയിൽ, പ്രദർശിപ്പിച്ചവയിൽ വിവിധ മാധ്യമങ്ങളുണ്ട്. കലയും മൈതാനങ്ങളുമെല്ലാം ചേർന്ന ഒരു വലിയ വിപ്ലവം. കാലാകാലങ്ങളിൽ ഇത് സംഭവിച്ചു. നമ്മളത് പലവട്ടം ചർച്ച ചെയ്തു. അത്തരം വിപ്ലവങ്ങൾക്ക്, ആ വിപ്ലവത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ കഴിഞ്ഞ അരസഹസ്രാബ്ദത്തിനുള്ളിൽ ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്നാണ് ഫ്രാൻസ് അല്ലെങ്കിൽ പാരീസ് എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും കലയിലൂടെ, കലാകാരിയുടെ സ്വാതന്ത്ര്യത്തിൽ അത് ഭൂരിപക്ഷ ശബ്ദത്തോട് എത്രമാത്രം വിയോജിക്കുന്നുവോ, ആ ഭൂരിപക്ഷ ശബ്ദത്തെ എത്രമാത്രം അസ്വസ്ഥമാക്കുന്നുവോ അത്രമാത്രം ആ കലയോട്, ആ പ്രതിഷേധത്തോട് യോജിച്ചിരുന്ന ഒരു സംസ്കാരമാണ് ഫ്രാൻസിൻ്റെ. അത് ഫാഷനാവാം, അത് പുനരുപയോഗിക്കുന്ന ഫാഷനാണ്. അവിടെ പ്രകൃതിയോടും കലയോടും സമൂഹത്തോടുമുള്ള വലിയ ഉത്തരവാദിത്വം തുടർച്ചയായി നിറവേറ്റാൻ ശ്രമിക്കുന്ന ഒരു ജനത. ആദ്യത്തെ ഒളിമ്പിക്സിന് വേദിയായ, അല്ലെങ്കിൽ ആദ്യത്തെ ഒളിമ്പിക്സിന് വഴിവെച്ച വ്യക്തിയുടെ ജന്മനാട് എന്നതിനപ്പുറം സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സിൻ്റെ വേദി കൂടിയായിരുന്നു പാരീസ്. തിയറി കുബർട്ടിൻ സ്ത്രീകളുടെ ലിംഗസമത്വത്തിൻ്റെ കാര്യത്തിൽ പുരോഗമനവാദിയായിട്ടുള്ള വ്യക്തിയല്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു നിമിത്തം എന്നോണം ലിംഗസമത്വത്തിൻ്റെ ആദ്യത്തെ പ്രകടനം ആദ്യമായി പൊതുവേദിയിൽ പ്രകടിപ്പിക്കപ്പെട്ടത് പാരീസിലാണ്. ആ പാരീസിലേക്കാണ് ഒളിമ്പിക്സ് എത്തുന്നത്. അത് പലതുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു ഒളിമ്പിക്സാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ പൗരാവകാശവുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങൾ, വലിയ നിയമങ്ങൾ, വലിയ സംഭവങ്ങൾ ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന സാമൂഹിക സാമ്പത്തിക അന്താരാഷ്ട്ര ക്രമങ്ങളിൽ അതിനുശേഷം വലിയൊരു മാറ്റത്തിന് തുടക്കമുണ്ടായത് 1900 ആദ്യ ദശകത്തിലോ ആദ്യ ഘട്ടത്തിലോ അല്ലെങ്കിൽ 1980 അവസാന ദശകത്തിൽ നിന്നുമാണ്. ബെർലിൻ മതിലും സോവിയറ്റ് യൂണിയനും ഗ്ലോബലൈസേഷനും എല്ലാം ചേരുന്ന
ഒരു സംവിധാനം ഉരുത്തിരിഞ്ഞു വരുന്നത് ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ ലോകക്രമം മാറുന്നു. അതിനപ്പുറത്തേക്ക് സാങ്കേതിക വിദ്യ എത്തുന്നു. യൂട്യൂബിൻ്റെ വരവോടുകൂടി പുതിയൊരു ലോകക്രമം ഉണ്ടാകും. അവിടെ നിന്നുമാണ് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കിടക്കുന്നത്. ഒന്ന് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ആശയവും, രണ്ട് പൗരാവകാശവും, മൂന്നാമത്തേത് ഇത് രണ്ടിനോടും ചേർന്ന് പോകുന്ന കുടിയേറ്റം എന്ന സങ്കല്പം. ആ കുടിയേറ്റം സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക സാധ്യതകളും വെല്ലുവിളികളും. പാരീസ് എല്ലാം കൊണ്ടും അതിനൊരു ഒരു 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 രൂപകമാണ് എല്ലാ അർത്ഥത്തിലും. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആത്മാർത്ഥയില്ല എന്ന് ഉറപ്പിച്ചു പറയാമെങ്കിൽ പോലും ഭരണഘടന എന്ന് പറയുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പ്രതിപക്ഷ സംവിധാനം വരുന്നു. ആ ഭരണഘടനയെ മാനിക്കാൻ, ഭരണഘടനയിൽ തലതൊട്ട് വന്ദിക്കാൻ ഏകാധിപത്യ പ്രവണത പ്രകടിപ്പിച്ച ഒരു ഭരണാധികാരി നിർബന്ധിതരാണ്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനുഷ്യാവകാശങ്ങളിലേക്കും പൗരാവകാശങ്ങളിലേക്കും കടക്കുന്നത്. കാരണം ഭരണഘടന എന്ന് പറയുന്നതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതിയാണ്. ആ ഭേദഗതി എന്ന് പറയുന്നത് സ്വയം നവീകരിക്കാൻ തയ്യാറായ ഒരു സംസ്കാരം. ആ സംസ്കാരത്തിലൂടെ പല ഘട്ടങ്ങളിലായി കടന്നു പോകുന്ന തലമുറകൾ അവർ തയ്യാറാകുന്നു എന്നതിൻ്റെ തെളിവാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് നവീകരിക്കാൻ തയ്യാറാകുന്ന ഒരു സംസ്കാരം. പൗരാവകാശവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ ലോകമെമ്പാടും ഉരുത്തിരിഞ്ഞു വരികയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാരീസും ഇന്ത്യയുമെല്ലാം അതിന് പലതുകൊണ്ടും യോജിക്കുന്നൊരു മണ്ണാണ്. പ്രത്യേകിച്ചും ലോകമെമ്പാടുമായി ഈ വർഷം അവസാനത്തിനുള്ളിൽ തന്നെ നിർണായകമായ ദേശീയ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അത് കഴിഞ്ഞിരിക്കുന്നു. നിർണായകമായ തീരുമാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഘട്ടമാണ് കടന്നുപോകുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായി ഒന്നോ രണ്ടോ ധ്രുവങ്ങൾക്കപ്പുറത്തേക്ക് ലോകക്രമം മാറുന്നു. സാങ്കേതിക വിദ്യ ജോലിയുടെ തൊഴിലിൻ്റെ ശൈലിയെ മാറ്റുന്നു. ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പുതിയ സാധ്യതകൾ നൽകുന്നു. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പൗരാവകാശങ്ങളിലേക്കും ഗ്ലോബൽ സൗത്തിലേക്കും കുടിയേറ്റത്തിലേക്കും എത്തുന്നത്. പൗരാവകാശവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക്, അത് പൗരാവകാശവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, അത് ഭരണകൂടങ്ങളുടെ നയങ്ങളുമായി ബന്ധപ്പെട്ടത് കൂടി. അവിടെയാണ് നമ്മൾ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക്. കാരണം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഉൾക്കൊള്ളലാണ്. ആ ഉൾക്കൊള്ളൽ തന്നെയാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ളതും അന്തർദേശീയ നയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. ആ അന്തർദേശീയ നയങ്ങളിൽ വൈരുദ്ധ്യമുണ്ടാകും. അത് പരസ്പരം കലഹിക്കുന്ന സാമ്പത്തിക ശക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ സാമൂഹിക ശക്തികൾ തമ്മിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക കയറ്റുമതിയും ഇറക്കുമതി നടക്കുന്നതാണ്. സ്പേസിൽ ശൂന്യാകാശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ ഒരേ സ്പേസ് സ്റ്റേഷനിൽ പരസ്പരം മുറികൾ വച്ച് കൈമാറുന്നതാവാം. ഡോളറിനപ്പുറത്തേക്കുള്ള കറൻസിയിലേക്ക്, അല്ലെങ്കിൽ കറൻസിയെ പറ്റി ചിന്തിക്കുന്ന സൗദി അറേബ്യ അമേരിക്കയുമായി വാണിജ്യബന്ധം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നതാവാം. അതേ അമേരിക്ക തന്നെ പെട്രോളിനപ്പുറത്തേക്കുള്ള പ്രകൃതിയോട് ചേർന്ന് പോകുന്ന ഊർജത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അതേ സമയത്ത് തന്നെ സൗദിയുമായി കരാറിൽ ഏർപ്പെടുന്നതാവാം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളൊന്നായി കർണാടകയെ മാറ്റാൻ സഹായിക്കുന്ന ബാംഗ്ലൂർ എന്ന നഗരത്തിൽ പ്രാദേശികവാദം കടന്നു വരുന്നതാവാം. ദേശീയ രാഷ്ട്രീയത്തിൽ ദക്ഷിണേന്ത്യ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതാവാം. ആ ദക്ഷിണേന്ത്യ ശക്തി പ്രാപിക്കുന്ന അതേ സമയത്ത് തന്നെ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ബജറ്റിലെ തുക ചെലവഴിക്കുന്നതാണ്. സൗത്ത് കൊറിയയിലെ, ജപ്പാനിലെ, നേരത്തെ പറഞ്ഞ മുൻപൊരു വീട് നമ്മൾ പറഞ്ഞ പോലെ ജപ്പാനിലെ സൗത്ത് കൊറിയക്കാരനാവാം, ശ്രീലങ്കയിലെ തമിഴനാവാം, അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശക്തിയാവാൻ ശ്രമിക്കുന്ന അമേരിക്കയിലേക്ക്, അമേരിക്ക ആദ്യം അമേരിക്കയുടെ സമ്പത്തും അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയ്ക്ക് മാത്രമെന്ന് വിശ്വസിക്കുന്ന ട്രംപിൻ്റെ കടന്നുവരവാവാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സവർണ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ BJP ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി ദളിത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറുന്നതാവാം. ഇത്തരം വൈരുദ്ധ്യങ്ങളെല്ലാം കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പാരീസിൽ നിന്ന് പാരീസിലേക്ക് എത്തുന്നത്. അവിടെയാണ് പൗരാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിധികൾ വരുന്നത്. നേരത്തെ പറഞ്ഞ ഇതെല്ലാം വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ വൈരുദ്ധ്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ, നയതന്ത്രത്തിൻ്റെ വൈവിധ്യങ്ങളെയാണ് കാണിക്കുന്നത്, ശക്തിയാണ് കാണിക്കുന്നത്. ഇതിനിടയിലെല്ലാം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുടിയേറ്റം എന്നുള്ളതാണ്. ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും പ്രാദേശികവാദമുണ്ട്, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുണ്ട്. സാങ്കേതികവിദ്യയുടെ വലിയൊരു കടന്നുവരവോടുകൂടി മൂന്നാം ലോക രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ആളുകളെ സാമ്പത്തികമായി പുരോഗതി നേടിയ സമൂഹങ്ങൾക്ക് ആവശ്യമായി വരുന്നു. അവരിലൂടെ സംഭവിക്കുന്ന വലിയൊരു സാമ്പത്തിക വെച്ചുമാറലുണ്ടാകുന്നു. എന്നാൽ അവിടെ വലതുപക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഇതെല്ലാം ഇത്തരം വൈരുദ്ധ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇത് ആഗോളതലത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റം എന്താണ് എന്ന് നമ്മൾ പൂർണ്ണമായും തിരിച്ചറിയാൻ പോകുന്നത് ഈ വർഷം അവസാനത്തോടുകൂടി. നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പാരീസിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1.5 മാസത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ, നിയമലംഘനങ്ങൾ, അത് നമ്മൾ വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ. കാർഗിൽ യുദ്ധത്തിൻ്റെ 25ാം വാർഷികത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ പാരീസിലേക്ക് എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കാശ്മീർ എല്ലാ അർത്ഥത്തിലും ആഗോള സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. മതവും തന്ത്രപ്രധാനമായ കടൽപാതകളും അവിടെയുള്ള താല്പര്യങ്ങളുമെല്ലാം ചേരുന്ന വളരെ പ്രധാനപ്പെട്ട, അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും സംഭവബഹുലമായ ഒരു വർഷമാണ് 2024 എന്ന് നമുക്ക് പറയുന്നത്. അവിടെ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് നമുക്ക് ഇവിടെ ചർച്ച പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വോട്ടിംഗ് മെഷീനുമായും ബാലറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങളായിരുന്നു, ഈ ചർച്ചകൾ. തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞതോടെ അരവിന്ദ് കെജ്രിവാളിനെയും ജാതി സെൻസസിനെയും മറന്നപോലെ ബാലറ്റ് പേപ്പറിനെയും മറന്ന ഒരു പ്രതിപക്ഷത്തെ നമ്മൾ ഇന്ത്യയിൽ കണ്ടു. ബാലറ്റ് പേപ്പർ നേരത്തെ പറഞ്ഞതുപോലെ സുതാര്യമായ ഒന്നോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് സുതാര്യമല്ലാത്ത ഒന്നോ എന്നുള്ളത് ആശയങ്ങളോടോ നയങ്ങളോടോ കൂറുപുലർത്താൻ കഴിയാത്ത ഒരു സംവിധാനത്തിൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. ബാലറ്റ് പേപ്പറുകൾ എന്ന് പറയുന്നത് പൗരാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് പൗരാവകാശവുമായി ബന്ധപ്പെട്ടതാണ്.
ആ തിരഞ്ഞെടുപ്പുകളുടെ സുതാര്യതയോട്, ആ സുതാര്യതയെ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ചകളെല്ലാം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം നേരത്തെ പറഞ്ഞതുപോലെ ബാലറ്റ് പേപ്പറുകളും വോട്ടിംഗ് മെഷീനുകളും. ഇതിൻ്റെ സുതാര്യതയെ, ഇതിലേതാണ് നയിച്ചതെന്നുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ചകൾക്ക് ഇവിടെ പ്രാധാന്യം. തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിൽ എത്രമാത്രം സുതാര്യത നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും, എത്രമാത്രം സൗകര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ ചർച്ചയാണ്. ഒരുപക്ഷെ സാമൂഹികവും സാമ്പത്തികവുമായി പുരോഗതി നേടിയ സമൂഹങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് വോട്ടിംഗ് യന്ത്രങ്ങളിലൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അവിടെ പലപ്പോഴും അത്തരം സമൂഹങ്ങളിൽ പലപ്പോഴും ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നു എന്നുള്ളതും കൗതുകമാണ്. എന്നാൽ ഇന്ത്യ പോലെ അല്ലെങ്കിൽ ഇന്ത്യയേക്കാൾ ജനാധിപത്യം കുറഞ്ഞ രാജ്യങ്ങളിലുമാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്തരം വൈരുദ്ധ്യങ്ങളെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇതിലേതാണ് ശരിയെന്നതിലേക്ക് നമ്മൾ എത്തേണ്ടത്. അതേപോലെ തന്നെയാണ് സെൻസസുമായി ബന്ധപ്പെട്ട വിഷയം. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ നിർണ്ണയിക്കുന്നത് വിഭവങ്ങളുടെ ലഭ്യതയും വിതരണവും, ആ വിതരണത്തിൽ പുലർത്തുന്ന ഒരു സർവാശ്ലേഷിയായ നയവുമാണ്. എല്ലാവരിലേക്കും എത്തുന്ന ഒരു വികസനം ഉണ്ടാവണമെങ്കിൽ ആ എല്ലാവരും ആരൊക്കെയാണെന്ന് അറിയേണ്ടത്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം തയ്യാറാവുന്നില്ല എന്നതിനേക്കാൾ അത്ഭുതകരമാവുന്നത് അതിനാ ഭരണകൂടത്തെ പ്രേരിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറാവുന്നതിനടുത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആശങ്കയിലേക്ക്. രണ്ടാമത്തേതാണ് മുസ്ലിം സ്ത്രീകളുടെ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിധിയുണ്ട്. ഷാബാനു കേസും രാമക്ഷേത്രവും എല്ലാം സൃഷ്ടിച്ച സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം നമുക്കറിയാവുന്നു. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. അത്തരമൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ് സുപ്രധാനമായൊരു വിധി വരുന്നത്. എന്നാൽ ആ വിധി ചർച്ച ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു മാധ്യമ സംസ്കാരത്തിലൂടെ കേരളം കടന്നു പോകുന്നത് നമ്മൾ കാണും. പാരീസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ പറയേണ്ട ഒന്നാണ് കേരളം എന്നത്. ഏറ്റവും ചുരുങ്ങിയത് 3 പതിറ്റാണ്ട് മുമ്പ് വരെയെങ്കിലും ഏറ്റവും സുതാര്യമായ, ഏറ്റവും വിപ്ലവാത്മകമായ ഒരു കലാ സംസ്കാരം നിലനിന്നൊരു സംവിധാനമാണ് കേരളത്തിലെ. കലയും മാധ്യമങ്ങളും വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു സംസ്കാരം. അത്തരമൊരു സംസ്കാരത്തിൽ, അത്തരമൊരു സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട പൗരാവകാശവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാതെ പോകുന്നത് നമ്മൾ കാണും. അതുമായി ചേർന്ന് പോകാവുന്നതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും VP സോറിയുടെ കാര്യം. നമ്മളത് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തപോലെ ഇറാനിൽ പുരോഗമന കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരി എത്തി മഹസായ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹേമ കമ്മീഷനും VP സോറിയും എല്ലാം കേരളത്തിൻ്റെ സാംസ്കാരിക പുരോഗതിയുടെ മേൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു. ഇതും നേരത്തെ പറഞ്ഞ പോലെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടത്. ഇത്തരമൊരു വിധി തന്നെയാണ് സുവർഗ വിവാഹവുമായി ബന്ധപ്പെട്ടത്. ലിംഗന്യൂനപക്ഷങ്ങളെയും സുവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട വിധികളുമെല്ലാം അതിൽ തെറ്റും ശരികൾക്കും അപ്പുറം ഒരു പൗരാവകാശത്തിന് വിഷയമായി കണക്കാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തിടത്തോളം കാലം, മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ കഴിയാത്തിടത്തോളം കാലം പൊതുസമൂഹത്തിൻ്റെ അരികളിലേക്ക് തങ്ങളിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന, ജീവിക്കുന്ന ആളുകളെ അകറ്റാതിരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിനാണ് ഇവിടെ വെല്ലുവിളി നേരിടുന്നത്. പലപ്പോഴും അവിടെയാണ് നമ്മൾ തിയോക്രാറ്റിക് സ്റ്റേറ്റുകളിലേക്ക് എത്തുന്നത്. മതവും മതരാഷ്ട്രമല്ലാത്ത ജനാധിപത്യ സംവിധാനങ്ങളിൽ പോലും മതസംഘടനകൾക്കും ജാതി സംഘടനകൾക്കും ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തിൻ്റെ തെളിവാണ് നേരത്തെ പറഞ്ഞ സ്വർഗ വിവാഹവും VP സോറിയും. വളരെ വളരെ പ്രധാനപ്പെട്ട പൗരാവകാശങ്ങൾ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിധി തന്നെയാണ് ഈ പറയുന്നത്. അതോട് ചേർത്ത് വായിക്കാവുന്നതാണ് കേരള കലാമണ്ഡലത്തിൽ സസ്യേതര ഭക്ഷണം വിളമ്പാൻ കഴിയുന്ന സാഹചര്യം.
എതിർക്കാൻ വേണ്ടി എതിർക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാരൻ എന്നതിനേക്കാൾ അപ്പുറം ഭക്ഷണം എന്ന് പറയുന്നത് സാംസ്കാരിക നിർവചനത്തിൽ പെടുന്നതല്ലെന്നും മനുഷ്യൻ്റെ ഒരു സാമൂഹികമായ ജൈവികമായ ഒരു ആവശ്യമാണ് എന്നുള്ള ധാരണയിലേക്ക് എത്താൻ കലാമണ്ഡലം പോലെയൊരു ഒരു പ്രസ്ഥാനത്തിന് കഴിയുന്നിടത്താണ് സമൂഹത്തിൻ്റെ പുരോഗതി അടയാളപ്പെടുന്നത്. ഇവിടെ ഈ വിധികളെല്ലാം കൊണ്ടും ഈ വിധികളെല്ലാം ചേർത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വ്യക്തിയുടെ ആവശ്യങ്ങൾക്കും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനത്തെയാണ്, ആ ഒരു സംവിധാനത്തിൻ്റെ ആവശ്യകതയാണ് ഈ വിധികളെല്ലാം സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാൻ ആ വ്യക്തിക്ക് അവകാശമുണ്ടെന്നും അതിനുമേൽ മതത്തിൻ്റെ തിട്ടൂരം വേണ്ട എന്നും ഒരു ഭരണകൂടം പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം, അത് വളരെ ആകർഷണീയമാണ്, പുരോഗമനം. എന്നാൽ അതിനെ പൂർണ്ണമായും ചർച്ച ചെയ്യാൻ കഴിയാത്തൊരു മാധ്യമ സംസ്കാരം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുളവാക്കുന്നത്. അതേപോലെ തന്നെയാണ് ദയാവധവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിധിയുണ്ടാകും. ഭിന്നശേഷി സൗഹൃദമായ സാഹചര്യങ്ങൾ ഓരോ പൊതു ഇടങ്ങളിലും ഉണ്ടാവണം എന്ന് കൂടി സൂചിപ്പിക്കുന്ന വിധി അവിടെ ഉണ്ടായിരിക്കും. ഇതും നേരത്തെ പറഞ്ഞ പോലെ പൗരൻ്റെ അവകാശങ്ങൾക്ക്, പൗരൻ്റെ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഒരു ഭരണകൂടത്തെ നിയമ സംവിധാനം ഓർമ്മിപ്പിക്കുന്നുള്ളത്. എന്നാൽ ആ നിയമ സംവിധാനം ഓർമ്മിപ്പിച്ചാൽ മാത്രമാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് ആശങ്കയോടെ നമ്മൾ കാണേണ്ടത്. സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് മേൽ എല്ലാ വ്യക്തികൾക്കുമുള്ള തുല്യമായ അവകാശത്തെക്കുറിച്ചും തുല്യമായ സ്വാധീനത്തെക്കുറിച്ചുമാണ് ഇതെല്ലാം പറയുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും സെൻസസിലേക്ക് എത്തേണ്ടത്. ആ സെൻസസ് എന്ന വിഷയത്തിൽ പ്രതിപക്ഷം പുലർത്താത്ത ആത്മാർത്ഥതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. സെൻസസ് എന്ന് പറയുന്നത് പലപ്പോഴും സംവരണമായി കൂട്ടിക്കെട്ടുന്ന ഒരു വിഷയം നമ്മൾ കണ്ടു. അത് ജാതി സെൻസസ് പോലെ നമ്മൾ കണ്ടു. ഇതെല്ലാം തീർച്ചയായും സാമൂഹിക സാമ്പത്തികമായ സമത്വമായി ബന്ധപ്പെട്ടതാണ്. കൃത്യമായ കണക്കുകൾ, കൃത്യമായ സംവിധാനങ്ങൾ, പൊതുഗതാഗത സംവിധാനവും പൊതുവിതരണ സംവിധാനവും മുതൽ വിദ്യാഭ്യാസവും ഭക്ഷണവും സാമ്പത്തിക നയവും എല്ലാം രൂപപ്പെടുന്നത് ഈ ഒരു സ്ഥിതിവിവരണ കണക്കിലൂടെയാണ്. അല്ലെങ്കിൽ ആ സ്ഥിതിവിവരണ കണക്കിലൂടെ പുറത്തു വരുന്ന വ്യക്തികൾക്ക് വേണ്ടി, സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും വേണ്ടിയാണ് നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ളത് മറക്കുമ്പോഴാണ് സെൻസസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മറക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം പൗരാവകാശമായി ബന്ധപ്പെട്ടു. വളരെ യാദൃശ്ചികമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിലാണ്. അതിനേക്കാൾ ഇതിൽ പലതും സംഭവിക്കുന്ന 1.5 മാസത്തിനുള്ളിലാണ്. പാരീസ് തെരഞ്ഞെടുപ്പ്, അത് ആ 1.5 മാസത്തിനുള്ളിലാണ് മലാലയുടെ പിറന്നാൾ. അതും പൗരാവകാശമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇറാനിലെ ഭരണകൂടവും മഹസ അമീനിയും ഹേമ കമ്മീഷനും എല്ലാം ചേരുന്ന ഒരു സംവിധാനത്തിലാണ് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് അത് വീണ്ടും എത്തും. അവിടെ നമ്മൾ കാലാവസ്ഥ സൗഹൃദമായി ഗ്രീൻ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നിരുന്നു. ആർട്ടിക്കിലെ പര്യവേക്ഷണത്തെ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ചർച്ച ചെയ്യുന്ന എന്നതിനെ പറ്റിയുള്ളൊരു ചർച്ച, അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു ചർച്ച കേരളത്തിൽ നടന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അവിടെയും നമ്മൾ പൗരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, പ്രകൃതിയോട് ചേർന്ന് പോകുന്ന ഒരു പൗരാവകാശം, ഉത്തരവാദിത്ത ടൂറിസം. നിർണായകമായ ഈ ഒരു ചർച്ച, ഈ ഒരു
അതിൻ്റെ ആത്മാർത്ഥത നമുക്ക് ചോദ്യം ചെയ്യാം, അതിൻ്റെ പ്രായോഗികത നമുക്ക് ചോദ്യം ചെയ്യാം, പല നമുക്ക് ക്യോട്ടോ പ്രോട്ടോക്കോൾ അടക്കമുള്ളവ നമ്മളുണ്ട്. അപ്പോഴും നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു, ചർച്ചകൾ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും എല്ലാം പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചേർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ക്ലൈമറ്റ് റെഫ്യൂജീസ് അല്ലെങ്കിൽ കാലാവസ്ഥ അഭയാർത്ഥികൾ എന്ന പുതിയൊരു സംജ്ഞ തന്നെ രൂപപ്പെടുന്നു. ജീവിതശൈലികൾ മാറുന്നു. ലോകത്തിൻ്റെ സാമൂഹിക ക്രമം തന്നെ മാറ്റി വരയ്ക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഉത്തരവാദിത്തമായ ഒരു ടൂറിസം, ആ ടൂറിസത്തിലൂടെ സമൂഹം വികസിക്കപ്പെടുന്നത് നമ്മൾ കാണും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെനീസ് അടക്കമുള്ള നഗരങ്ങൾ ടൂറിസം എങ്ങനെ തങ്ങളുടെ സ്വൈരജീവിതത്തെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രകൃതിയെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുതിയ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ കാണുന്നു. ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. പ്രകൃതിയെയും തദ്ദേശീയരെയും ചേർത്ത് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ പ്രചരിപ്പിക്കപ്പെടേണ്ടത് സാർവദേശീയതയാണ്, പ്രകൃതിയോട് ചേർന്ന് പോകുന്ന സാർവദേശീയതയാണ് എന്നുള്ള ചർച്ചകളെല്ലാം ഇതേ ഘട്ടത്തിലാണ് ഉയർന്നത്. ഇതെല്ലാം ഒരേ ഘട്ടത്തിൽ അല്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പ്രാധാന്യം വർദ്ധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു വർഷമായി ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ഇപ്പോഴും ഈ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹേമയെയും നമ്പിനാരായണൻ്റെ കേസിലെ വിധിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം പൗരാവകാശവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ പൗരാവകാശത്തെ ചേർത്ത് വയ്ക്കുന്നു. അവിടെ നമ്മൾ ക്ലൈമറ്റ് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ പൗരാവകാശത്തിൻ്റെ, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ചർച്ചകൾക്ക് അത് വഴിതെളിക്കും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റുന്നത് അമേരിക്കയിലെ ഗൺ ലോയുമായി ബന്ധപ്പെട്ട വിഷയം. അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി വലിയ രീതിയിൽ മാറാൻ പോകുന്നൊരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു. പ്രസിഡന്റിൻ്റെയും ഭരണകൂടങ്ങളെയുമൊക്കെ പൊതുജന സമക്ഷത്തിൽ പരസ്യമായി അനായാസമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും അനാരോഗ്യത്തിൻ്റെ പേരിൽ മികച്ച പ്രകടനം നടത്താൻ ഉള്ള വിശ്വാസ്യത തെളിയിക്കാൻ പറ്റാത്തതിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നതുമായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എത്രമാത്രം ജനങ്ങളോട് ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്ക് വേണം എന്ന് തെളിയിക്കുന്ന ഒരു സമൂഹമാണ് അത് എന്ന് അതിലൂടെ എങ്ങനെ വെളിവായി എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ മേലുള്ള വധശ്രമവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നയങ്ങളുമെല്ലാം ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതോട് ചേർന്ന് പോകുന്നത്. അതിലൊന്നാമത്തേതാണ് അമേരിക്കയിലെ ഗൺ ലോ എന്ന് പറയുന്നത്. മരുന്ന് കമ്പനികൾക്കും ആയുധ കമ്പനികൾക്കും അന്താരാഷ്ട്ര സാമൂഹിക ജീവിതത്തിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം, തെറ്റായ സ്വാധീനം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. യുദ്ധം തുടരേണ്ടതും അനാരോഗ്യം ഉണ്ടാവേണ്ടതും ആവശ്യമായ ഒരു കൂട്ടം ആളുകൾ ലോകത്തിൻ്റെ സാമൂഹിക ഗതിയെ നിർണ്ണയിക്കുന്ന, വേദനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. വ്യക്തി സ്വാതന്ത്ര്യത്തിനും പൗരസ്വാതന്ത്ര്യത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന പുരോഗമന കാഴ്ചപ്പാടുള്ള അമേരിക്കയിൽ പോലും, അല്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും ഇത്തരമൊരു, അല്ലെങ്കിൽ ഈ രണ്ട് ലോബികളുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് 2 ദിവസം മുമ്പായി, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി. ആർക്കും ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ, ആർക്കും വാങ്ങി ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ, ആ ആയുധങ്ങൾ സൃഷ്ടിക്കുന്ന അരാജകത്വം, സാമൂഹികമായ അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് കയ്യൂക്ക് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനം, ആ സംവിധാനത്തെ
നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പുരോഗമന സമൂഹം, അതും ഇതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, ഇതോടൊപ്പം ഉയർന്നു വരുന്നത്. കാരണം ട്രംപിൻ്റെ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറേ കൂടി വിശാലമായ രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. കാരണം ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അമേരിക്കയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നാണ് വരുന്നത്. സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം ലഭിച്ച ഒരു സാമ്പത്തിക ക്രമം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പിന്നിരയിലേക്ക് പോയ സവർണരായ അവർണരുടെ പ്രതിനിധിയാണ് പുതിയ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡുവിൻ്റെയോ നിതീഷ് കുമാറിൻ്റെയോ രാഷ്ട്രീയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയും. പ്രാദേശികവാദവും കറുത്ത വർഗ്ഗക്കാരനായ വെളുത്ത വർഗ്ഗക്കാരൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകളുടെ കഴിഞ്ഞ അരനൂറ്റാണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലുമായി രൂപപ്പെട്ടു വന്നിരുന്ന ഒരു സാമ്പത്തിക ക്രമത്തിൽ, ഒരു സർവീസ് സെക്ടർ ഓറിയൻറ്റഡ് സാമ്പത്തിക വ്യവസ്ഥയിൽ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ പ്രതിനിധിയായിട്ട് ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വരുന്നു. നേരെ മറിച്ച് മാധ്യമങ്ങളടക്കമുള്ളവയെ വിലയ്ക്ക് വാങ്ങുന്ന ഒരു സവർണ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി, പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ വക്താവായ, അല്ലെങ്കിൽ വിശാല രാഷ്ട്രീയത്തിൻ്റെ വക്താവായ ഒരു പ്രസിഡന്റ് ഉണ്ടാവും. ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അമേരിക്കയിൽ ഉൾക്കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ സമ്പത്തിനും അമേരിക്കയുടെ ആയുധങ്ങൾക്കും അമേരിക്കക്കാരന് മാത്രമാണ് അവകാശമെന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ യുദ്ധങ്ങളോട് വലിയ രീതിയിൽ താല്പര്യം കാണിക്കാത്ത ഒരു ഭരണാധികാരി കടന്നു വരുന്നു എന്നുള്ളത് ആശയോടെയാണ് നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം അതിനോട് ചേർത്ത് വായിക്കേണ്ട ആശങ്കകളെയും നമ്മൾ വിലയിരുത്തുക. യുദ്ധവും ആയുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വൈരുദ്ധ്യാത്മകമായ നയങ്ങളായിരിക്കാം ട്രംപ് എടുക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ആയുധങ്ങളൊരു വിൽപ്പനക്കാരായി മാറേണ്ടതില്ല എന്നും, ആയുധങ്ങളും പണവും മറ്റിടങ്ങളിൽ യുദ്ധങ്ങൾക്ക് കൈ നൽകേണ്ടതില്ല എന്നും ചിന്തിക്കുന്നത് പുരോഗമനാത്മക കാര്യമാകുമ്പോഴും അമേരിക്കയിലെ ഗൺ ലോ അടക്കമുള്ള വിഷയങ്ങളിൽ പുരോഗമനാത്മക നിലപാട് ട്രംപിന് എടുക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെയാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അത് മെക്സിക്കൻ അഭയാർത്ഥികളാവാം, ഇസ്ലാമിക ഭീകരവാദമാണ്. ഇത് ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ, തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തോക്കുപയോഗവുമായി ബന്ധപ്പെട്ട പൗരാവകാശങ്ങൾ, ഇവിടെ തോക്കിൻ്റെ ഉപയോഗവും കുടിയേറ്റവും ചേർന്ന് വരുന്ന ഒരു സാമൂഹിക സാമ്പത്തിക ക്രമം വരുന്നത്. മെക്സിക്കോയിൽ നിന്നുള്ള അഭയാർത്ഥികൾ മുതൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ വരെ ഉൾപ്പെടുന്നവരുടെ ഭാവി, അല്ലെങ്കിൽ അവരുടെ വരവ് നിലയ്ക്കുന്നതോടെ ഉയർന്നു വരുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യം, ഇതെല്ലാം ചേരുന്ന ഒരു പുതിയ സാമ്പത്തിക ക്രമമാണ് 2024 അവസാനത്തോടെയോ 2028 ആദ്യത്തോടെയോ ഉയർന്നു വരാൻ പോകുന്നത്. അവിടെയും നേരത്തെ പറഞ്ഞ തോക്കുകളും മരുന്നുകളും വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകങ്ങളാണ്, പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങൾ. അവിടെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഉത്തരവാദിത്വത്തിലേക്കാണ് നമ്മൾ ഇവിടെ കടന്നെത്തേണ്ടത്. ഇന്ത്യയുടെ ചുമതലകളെക്കുറിച്ച് ഗാസ്ട്രോ ഡിപ്ലോമസിയെക്കുറിച്ചും ഹഗ് ഡിപ്ലോമസിയെക്കുറിച്ചും ചൈനയുടെ കാബേജ് സ്ട്രാറ്റജിയെക്കുറിച്ചുമെല്ലാം വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിലൂടെയാണ് കടന്നത്. കുടിയേറ്റം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ. അതിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റമുണ്ട്. ആ കുടിയേറ്റം സൃഷ്ടിക്കുന്ന
മതപരമായ ഭിന്നിപ്പുകളുണ്ട്, രാഷ്ട്രീയ മുതലെടുപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ പാശ്ചാത്യ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളുടെ എണ്ണം വലിയ രീതിയിൽ കുറയാൻ പോകുന്ന സാഹചര്യമുണ്ട്. അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക്, ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചബഹാറും അമ്പൻ തോട്ടയും ഇറാനിലേക്കുള്ള പൈപ്പ് ലൈനും അഫ്ഗാനിസ്ഥാനും ഹമാസും യുക്രൈനും എല്ലാം ചേർന്നൊരു സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യയുടെ നയങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകുന്ന അവിടെയാണ് നമ്മൾ വീണ്ടും ഗ്ലോബൽ സൗത്തിലേക്ക് എത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അന്തർദേശീയ തലത്തിൽ പൗരാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നയങ്ങൾ രൂപീകരിക്കാൻ പോകുന്നത് അവിടെയാണ്. ആ പൗരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുരോഗമനാത്മകമായ നിലപാട് എടുക്കാൻ കഴിയുമോ ഇന്ത്യക്ക് എന്നത് എന്നതിന് പ്രാധാന്യമേറുന്നത് നേരത്തെ പറഞ്ഞ ഈ ഘടകങ്ങളുമായി ചേർത്ത് വയ്ക്കുന്നു. ഇതാദ്യത്തേതാണ് ലോകമെമ്പാടും നടക്കുന്ന തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പുകളിൽ ഭരണത്തിൽ വരാൻ പോകുന്നത് വലതുപക്ഷക്കാരാണ്. ആ വലതുപക്ഷക്കാരിൽ ഏറ്റവും ചുരുങ്ങിയ 50% ആളുകളെങ്കിലും ഇത്തരം ലിംഗന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കമുള്ളവയിൽ പുരോഗമനാത്മകമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത്. റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി ചേർന്ന് പോകാൻ തയ്യാറാകുന്നതും ഈ ഒരു ഇസ്ലാമിക തീവ്രവാദം സൃഷ്ടിക്കുന്ന ഭീതിയിലും അനിശ്ചിതത്വമാണ്. അപ്പോൾ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വലിയൊരു മാറ്റം ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 1995 ശേഷം മനുഷ്യാധ്വാനം ആവശ്യമായ ജോലികൾക്കോ അല്ലെങ്കിൽ മനുഷ്യാധ്വാനം ആവശ്യമായ ജോലികൾക്കടക്കമുള്ളവയിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുണ്ടായ കുടിയേറ്റം ഏറെക്കുറെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൽ നിന്നും ഉരുത്തിരിയാൻ പോകുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ ആ വ്യവസ്ഥയ്ക്ക് യോജിക്കുന്ന രീതിയിലുള്ള നയം ഇന്ത്യക്ക് രൂപീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നേപ്പാളിൻ്റെ പ്രാധാന്യവും അതുകൊണ്ട് തന്നെയാണ് വർദ്ധിക്കുന്നത്. ഒരു വലിയേട്ട നയം മാറ്റിവെച്ച് നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളുമായി സഹകരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ളൊരു ഫലം ഇന്ത്യക്ക് നൽകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പമാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് പൗരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യം. ആ പൗരാവകാശത്തിന് എത്രമാത്രം ശക്തി ഉണ്ടാവുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുടിയേറ്റക്കാർ സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വത്തിൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ലിംഗന്യൂനപക്ഷങ്ങൾ സ്വവർഗവിവാഹവും അടക്കമുള്ള കാര്യങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക ലോകമെമ്പാടുമുള്ള പുരോഗമനവാദികൾക്കുണ്ട്. അവിടെയാണ് നമ്മൾ ഇതെല്ലാം ചേർന്ന് പോകുന്നത് നമ്മൾ കാണുന്നത്. കുടിയേറ്റവും പൗരാവകാശങ്ങളും ഗ്ലോബൽ സൗത്തുമെല്ലാം എത്രമാത്രം ചേർന്ന് പോകുന്നുള്ളത് നമ്മൾ അവിടെയാണ് തിരിച്ചറിയുന്നത്. കുടിയേറ്റം സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ നമുക്ക് പലതരത്തിൽ അറിയാവുന്നതാണ്. അതിൻ്റെ അളവ് വലിയ രീതിയിൽ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം അവസാനിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പുരോഗമനാത്മകമായ നിലപാടുകൾ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും ചുരുക്കി അടുത്ത ഒരു 2 പതിറ്റാണ്ടിലേക്കെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ വളരെ ആശങ്കയോടെ നോക്കേണ്ടത്. അവിടെയാണ് നമ്മൾ യൂറോപ്പിൽ പോലും പുരോഗമന കാഴ്ചപ്പാടുകൾ കൊളുത്തുന്നവയ്ക്ക് വലിയ വിലക്കുകളുണ്ടാകും. ഗ്രീസിലേക്കും ഇറ്റലിയിലേക്കും മാത്രം ചുരുക്കേണ്ടതല്ല യൂറോപ്പിൻ്റെ പൈതൃകം എന്നുള്ള ചിന്തകളൊക്കെ യൂറോപ്പ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷം. എന്നാൽ അവിടെയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശികവാദം വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നത് നമ്മൾ കണ്ടു. ആ പ്രാദേശികവാദത്തിൻ്റെ ഫലമാണോ വെനീസ് അടക്കമുള്ളവ ടൂറിസ്റ്റുകൾക്ക് നികുതി ചുമത്താൻ തീരുമാനിച്ചെന്നുള്ളത് നമ്മൾ ആശങ്കയോടെ കാണേണ്ടിയിരിക്കുന്നു. ഒരു ഉത്തരവാദിത്ത ടൂറിസത്തിനല്ല അത് എങ്കിൽ നമ്മൾ അത് വളരെ ആശങ്കയോടെ കാണേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ പൗരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് അതിനെ കേരളവും
യൂറോപ്പുമാണ് എന്നും വലിയ അളവോളം സ്വീകരിച്ചിട്ടുണ്ട്. ഈ രണ്ട് സമൂഹങ്ങളിലും അതിന് ഇന്ന് പഴയ സ്വീകാര്യത ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയും. G7 അടക്കമുള്ള മീറ്റിങ്ങിൽ പുരോഗമന കാഴ്ചപ്പാട് പുലർത്തുന്ന പോപ്പ് അടക്കമുള്ളവർ വരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷത്തിന് പുരോഗമന കാഴ്ചപ്പാട് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളത് ആശങ്കയെടുക്കാനായിട്ട്. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടം, ആ പോരാട്ടം തന്നെയാണ് വലതുപക്ഷത്തെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടത്. അത് യാഥാസ്ഥികതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നുള്ളതും ആശങ്കയെടുക്കാനായിട്ട്. അതാണ് നേരത്തെ പറഞ്ഞ പൗരാവകാശങ്ങളും കുടിയേറ്റങ്ങളും സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യം. അതിൽ 1986 രാജ്യം തുരത്തി ഒഴിച്ച ഏകാധിപതിയുടെ മകനെ 3 പതിറ്റാണ്ടിന് ശേഷം തിരിച്ചു വിളിക്കുന്ന ഒരു ജനതയെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. പ്രാദേശികവാദം എന്നത് ഭാഷയായി, മതമായി, ജാതിയായി, വർണ്ണമായി, ദേശമായി ഉയർന്നു വരുന്നത് ലോകമെമ്പാടും സംഭവിക്കുന്നു. അവിടെയാണ് നമ്മൾ ഗ്ലോബൽ സൗത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വീണ്ടും എത്തുന്നത്. ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ആ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ ഫിഫയ്ക്കും ഓസ്കാറിനുമൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന വലിയ വിപണി ആവശ്യമായതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, രാഷ്ട്രീയമായ ഒരർത്ഥത്തിൽ. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രകൃതി വലതുപക്ഷവൽക്കരിക്കപ്പെട്ടാൽ പോലും ഇസ്ലാമിക തീവ്രവാദത്തെ ഏത് രീതിയിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമായി നിലനിൽക്കേണ്ടത് പാശ്ചാത്യ ലോകത്തിന് ആവശ്യമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഗ്ലോബൽ സൗത്ത് എന്ന ആശയം രൂപപ്പെട്ടുകൊണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഹരിതഗൃഹവാദങ്ങളുണ്ട്. എണ്ണയുടെ പേരിൽ അറേബ്യയ്ക്കും റഷ്യയ്ക്കും ഭീഷണിപ്പെടുത്താൻ കഴിയുക എന്നുള്ള നിർബന്ധമുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ പുരോഗമനവാദിയാണ് എന്ന് പുരോഗമനവാദി ആവാൻ ശ്രമിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാനുണ്ട്. ഇതെല്ലാം ചേർന്നൊരു വൈവിധ്യം അല്ലെങ്കിൽ വൈരുദ്ധ്യം നിലനിൽക്കും. അവിടെയാണ് നമ്മൾ മൂന്നാമത്തെ വിഷയമായ ഗ്ലോബൽ സൗത്തിലേക്ക് എത്തുന്നത്. കുടിയേറ്റവും പൗരാവകാശവും എല്ലാം വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന ഒരു ലോകത്തിൽ എത്രമാത്രം ശക്തമായി നിൽക്കുമെന്നും അത് എത്രമാത്രം സാമൂഹികമായ സാമ്പത്തികമായ ഒരു മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുമെന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യുന്നിടത്താണ് നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന ആശയത്തിലേക്ക് എത്തേണ്ടത്. കുടിയേറ്റം നേരത്തെ പറഞ്ഞ പോലെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസസിലേക്ക് ഇതെല്ലാം പരസ്പരം എങ്ങനെ ചേർന്ന് പോകുന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്ന് പറയുന്ന ആശയം അതൊരു ആശയമല്ല, ഒരു യാഥാർത്ഥ്യം. അതൊരു സാമൂഹികമായ സ്വത്തായി, ഒരു ആസ്തിയായി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നിടത്താണ് പ്രധാനപ്പെട്ടത്. ജനസംഖ്യയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ പകുതിയിലധികം ആളുകൾ തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയുള്ള പ്രായത്തിലുള്ള ആളുകളായി നിൽക്കുക എന്ന് പറയുന്നതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് കുറച്ച് പതിറ്റാണ്ടുകൾക്കുള്ളിലോ കുറച്ച് വർഷങ്ങൾക്കുള്ളിലോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ കഴിയുക എന്നിടത്താണ് നേരത്തെ പറഞ്ഞ സാമൂഹിക പുരോഗതി ഉണ്ടാകുന്നത്. അവിടെയാണ് സെൻസസിൻ്റെ ആവശ്യകത നമുക്ക് തിരിച്ചറിയേണ്ടത്.
സാമ്പത്തിക നയങ്ങളുടെ ആവശ്യകത തിരിച്ചറിയേണ്ടത്. അവിടെയാണ് നമ്മൾ കുടിയേറ്റം എന്ന വിഷയത്തിലേക്ക് കടക്കുന്നത്. ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൻ്റെ തെറ്റായ വശത്താണ് അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ജനസംഖ്യാ പെരുപ്പമല്ല, നേരെ തിരിച്ചുള്ള അവസ്ഥയാണ് അവരെ സാമ്പത്തികമായി പിന്നോട്ടടിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ 2-3 പതിറ്റാണ്ട് മുമ്പ് ഇത്തരമൊരു വിഷയം അല്ലെങ്കിൽ പോലും തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകളെ വേണ്ടുന്നൊരു സാഹചര്യം പാശ്ചാത്യ രാജ്യങ്ങൾ സൃഷ്ടിച്ചു. അതൊരു സമാനമായ സാഹചര്യത്തിലൂടെയാണ് ജപ്പാനും ചൈനയും എല്ലാം കടന്നുപോകുന്നത്. പക്ഷെ അപ്പോഴും അത് എത്രമാത്രം കുടിയേറ്റ സൗഹൃദമാകുമെന്നുള്ളതും അത് എത്രമാത്രം വലതുപക്ഷത്തെ രൂപീകരിക്കുമെന്നുള്ളതും നമ്മൾ കാണണം. അവിടെയാണ് നമ്മൾ മുമ്പ് ആവർത്തിച്ച് പറഞ്ഞ പോലെ സൗത്ത് കൊറിയയിലെ അല്ലെങ്കിൽ ജപ്പാനിലെ സൗത്ത് കൊറിയക്കാരൻ്റെ അവസ്ഥയും കർണാടകയുടെ നയങ്ങളുമെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു. പരസ്പരം ചേർന്നു പോകേണ്ട ഒരു സമൂഹത്തിൽ, പരസ്പരം ആവശ്യം ഉള്ള ആളുകളുള്ളൊരു സമൂഹത്തിൽ പ്രാദേശികവാദത്തിൻ്റെ പ്രസക്തിയും ആ പ്രാദേശികവാദത്തെ മറികടന്നുകൊണ്ട് പോകേണ്ടുന്ന ഒരു സ്വതന്ത്ര ചിന്താഗതിയുടെയും ആവശ്യകത നമ്മൾ അവിടെയാണ് ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ കുടിയേറ്റവും പൗരാവകാശവും ചേർന്ന് പോകുന്ന സാഹചര്യം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാറ്റോയും ആസിയാനും എല്ലാം കടന്ന് ചബഹാറും ബീംസ്റ്റെക്കുമൊക്കെയുള്ള ഒരു ലോകത്തെത്തി. ഇത് ഒരു 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 ഗ്ലോബൽ സൗത്ത് എന്നത് അത്തരമൊരു ആശയം തന്നെ. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുടിയേറ്റവും എണ്ണയും ജലഗതാഗത പാതകളും എല്ലാം ചേർന്ന ഒരു സങ്കീർണമായൊരു വ്യവസ്ഥയിൽ രൂപപ്പെടുന്ന ഒരു 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 രാഷ്ട്രീയം. ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ അധിനിവേശത്തിന് വേണ്ടി കടന്നു വന്നിരുന്ന ആളുകൾ സഖ്യത്തിന് വേണ്ടി കടന്നു വരുന്നത് നമ്മൾ കാണുന്നു. അത് ക്വാഡാവാം, G7 ആവാം. ഇതെല്ലാം പൂർണ്ണമായ ആത്മാർത്ഥതയോടെ മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളല്ലാത്തവയെ തോളോട് തോൾ ചേർന്ന് സ്വീകരിക്കാനുള്ള ആശയങ്ങളല്ല. എങ്കിൽ പോലും അവയുടെ ഫലപ്രാപ്തിയും ആശയമായ ദൃഢതയുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അത്തരമൊരു നിർബന്ധത്തിലേക്ക്, അത്തരമൊരു സാഹചര്യത്തിലേക്ക് പാശ്ചാത്യ ലോകം എത്തി എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പുകൾ 2024 ഡിസംബറിൽ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നിർണായകമാകും. കുടിയേറ്റവും അന്താരാഷ്ട്ര സഖ്യങ്ങളും നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്ത് തീരുമാനം ലോകം എടുക്കാൻ പോകുന്നു എന്നുള്ളത് നിർണ്ണയിക്കുന്ന ഒരു 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 പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ബയോഫ്യൂവലുകളുണ്ട്, ജലഗതാഗത പാതകളുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ഹമാസുണ്ട്. ഇതെല്ലാം ചേരുന്നൊരു ഒരു സംവിധാനമാണ്. ഒരു പക്ഷേ നമ്മൾ ഏതാണ്ട് ഒരു 6 പതിറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ 5-6 പതിറ്റാണ്ട് മുമ്പ് വരെ കണ്ടിരുന്ന ചേരിചേരാ നയത്തിൻ്റെയും ഗാട്ടിൻ്റെയും ബ്രാൻഡ് ലൈനിൻ്റെയും ഒക്കെ കൂടുതൽ സവിശേഷമായൊരു പതിപ്പായിട്ട് നമുക്കിതിനെ കാണാം. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം അവിടെയെല്ലാം ഒരു വിപണിയായിരുന്നു പാശ്ചാത്യ ലോകങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഒരു വിപണിയല്ല, സഖ്യമാണ് ആവശ്യമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതനുസരിച്ചുള്ള നയങ്ങൾ നമുക്ക് എങ്ങനെ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏകാധിപതികളെയും വർണ്ണവെറിയെയും കമ്മ്യൂണിസത്തെയും ആത്മാർത്ഥമായി അതിജീവിക്കാൻ ശ്രമിച്ച രണ്ടാം ലോകമഹായുദ്ധാനന്തര കാലഘട്ടത്തിൽ നിന്ന് മാറുമ്പോൾ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വലതുപക്ഷവൽക്കരണവും പുടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇസ്ലാമിസ്റ്റ് ചേരിയും. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ സൗത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു വിപണി എന്നതിൽ നിന്നപ്പുറത്തേക്ക് വലിയ രീതിയിൽ അത് മുന്നോട്ട് പോയി എന്നുള്ളത് ഒരവസരമായിട്ടാണ് നമ്മൾ കാണുന്നത്.
കാരണം UNO മുതൽ അന്താരാഷ്ട്ര ബാങ്കിങ് സംവിധാനം വരെയുള്ളവ, അത് അന്താരാഷ്ട്ര ബാങ്കുകൾ നൽകുന്ന കാർഷിക ലോൺ അടക്കമുള്ളവ ദേശീയ മൂന്നാം ലോക രാജ്യങ്ങളെ ഒരു വിപണി മാത്രമായിട്ടാണ് എന്നും കണ്ടിട്ടുള്ളതും എന്നും ചുരുക്കിയിട്ടുള്ളതും. ആശ്രിതരെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനത്തിനുള്ള ഒരു മോചനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെയും സ്വന്തം പൈതൃകത്തിൽ അഭിമാനവും ഉടമസ്ഥാബോധവുമുള്ള സമൂഹങ്ങളാണ് ഈ ഗ്ലോബൽ സൗത്തിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു 5-6 പതിറ്റാണ്ട് മുമ്പുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഒരു 5-6 പതിറ്റാണ്ട് മുമ്പ് കാണുന്ന പോലെ ഒരു വിപണി മാത്രമായിട്ട് കാണാൻ കഴിയുന്ന ആളുകളല്ല ഇവിടെ എല്ലാം വന്നിട്ടുള്ളത്. ഏകാധിപതികളാണെങ്കിൽ പോലും നാഗരിക മുഖമുള്ള ഒരു കൂട്ടം ആളുകൾ, അത് മോഡി ആയാലും MBS ആയാലും എർദോഗാൻ ആയാലും എല്ലാം. അപ്പോൾ പൂർണ്ണമായൊരു അധീശത്വം അവരുടെ മേൽ ഉറപ്പിക്കാൻ പാശ്ചാത്യ ലോകങ്ങളിൽ കഴിയുന്നില്ല എന്നതും ഇസ്ലാമിക ഭീകരവാദം സൃഷ്ടിക്കുന്ന അസ്ഥിരത ഇവിടെ എല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ടും അവകാശങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള കൂടുതൽ ശക്തമായൊരു അവസരം ഈ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ തന്നെയാണ്. നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ചേരുന്നു. കൊളംബോ തുറമുഖവും അതിനോട് ചേർന്ന് നിൽക്കുന്ന തമിഴ്നാടും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയും എല്ലാം ഉൾപ്പെടുന്ന ഒരു ചേരിയിൽ ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം. അത് നരേന്ദ്രമോദി നയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മാലദ്വീപ് പ്രധാനമന്ത്രിയെ, മാലദ്വീപിൻ്റെ ഭരണാധികാരിയെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിളിച്ചതും റഷ്യയുമായുള്ള ബന്ധം പുതുക്കാൻ ശ്രമിച്ചതും ആരെയും അംഗീകരിക്കാത്ത റഷ്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയെ ഊഷ്മളമായി സ്വീകരിച്ചതെല്ലാം ഗ്ലോബൽ സൗത്ത് എന്ന ആശയത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ തെളിയും. ആണവായുധങ്ങളും പകർച്ചവ്യാധികളും സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വം പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കുമ്പോഴാണ് വലതുപക്ഷം ശക്തി ആർജിക്കുന്നത്. അവിടെ കുടിയേറ്റത്തിന് അതിൻ്റേതായ പ്രാധാന്യം, ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. കുടിയേറ്റം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക ആവശ്യമായിട്ടും ഒരു സാമൂഹിക യാഥാർത്ഥ്യമായിട്ടും അന്താരാഷ്ട്ര സഖ്യങ്ങൾ രൂപപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ. കുടിയേറ്റം, പൗരാവകാശം, വലതുപക്ഷം, ഗ്ലോബൽ സൗത്ത്. ക്രിട്ടിക്കൽ മിനറലുകളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന സുപ്രീം കോടതി വിധി വന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു കുടിയേറ്റവും പ്രാദേശിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന, സ്വന്തം വിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവേണ്ടതിനെക്കുറിച്ച് സുപ്രീം കോടതി വിധി വരുമ്പോഴാണ് പ്രാദേശികവാദവുമായി കർണാടക എത്തുന്നത്. ഡാമുകളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ജലവിതരണവും ജലസംഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, ബംഗ്ലാദേശും ബംഗാളും ചേരുന്ന അതിർത്തിയിൽ പുഴയും കടലുമെല്ലാം മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെയാണ് നമ്മൾ വീണ്ടും പാരീസിലേക്ക് എത്തുന്നത്. വലതുപക്ഷം ശക്തി ആർജിച്ച ഒരു പാശ്ചാത്യ ലോകത്ത് കുടിയേറ്റം പുതിയ രീതിയിൽ രൂപാന്തരം പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തൊഴിലുകൾ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ തൊഴിലുകൾ ഇല്ലാതാക്കുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കേരളവും ഇന്ത്യയും എല്ലാം വേദിയാവുന്ന ഒരു ഘട്ടത്തിൽ പുതിയൊരു തൊഴിൽ സംസ്കാരവും പുതിയൊരു സാമൂഹിക സാമ്പത്തിക സംസ്കാരവും ഉയർന്നു വരേണ്ടി. ഇതെല്ലാം ഉയർന്നു വരുമ്പോഴും പൗരാവകാശവുമായി ബന്ധപ്പെട്ട വലിയ ഭീഷണികൾ ഇവിടെ നിലനിൽക്കുക. പൗരാവകാശവുമായി ബന്ധപ്പെട്ട വിധികളും തീരുമാനങ്ങളും നയങ്ങളുമെല്ലാം ലോകം എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് നമ്മൾ വളരെ ആശങ്കയോടെയും ആകാംക്ഷയോടെയുമാണ് കാണുന്നത്. 2024 തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ 2024 എന്ന വർഷം അവസാനിക്കുമ്പോൾ ലോകമെമ്പാടും ഏകദേശം 2020 പകുതിയോടെ ലോകമെമ്പാടും ഒരു പിടി രാജ്യങ്ങളിൽ ഒരു പുതിയ ഭരണകൂടം ഉയർന്നുകൊണ്ടിട്ടുണ്ട്. യുക്രൈനും പാലസ്തീനും ഇസ്രായേലും ഇന്ത്യയുടെ അതിർത്തികളും എല്ലാം സൃഷ്ടിക്കുന്ന പുതിയ ലോകക്രമത്തിൽ പൗരാവകാശത്തിനും കുടിയേറ്റത്തിനും ലോകക്രമത്തെ എങ്ങനെ
നിർണ്ണയിക്കാൻ കഴിയുമെന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോഴും പ്രാദേശിക വികാരങ്ങൾ, പ്രാദേശിക രാഷ്ട്രീയങ്ങൾ, സങ്കുചിതമായ പ്രാദേശിക സാംസ്കാരികതയായിട്ട് രൂപപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നമ്മളോട് കാണിക്കേണ്ടിയിരിക്കുന്നു. മലാലയുടെ പിറന്നാളും ഒളിമ്പിക്സും പറയുന്നത് പൗരാവകാശത്തെക്കുറിച്ചാണ്. സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട വിധിയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നത് അതുകൊണ്ടാണ്. മറ്റൊരാളുടെ അവകാശത്തെ, മറ്റൊരാളുടെ ഭക്ഷണത്തെ, മറ്റൊരാളുടെ ജീവനോപാധിയെ എനിക്ക് നിർണ്ണയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ വലതുപക്ഷം രൂപപ്പെടും. കുടിയേറ്റം എന്നത് യാഥാർത്ഥ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭിന്നമായ ജൈവിക താല്പര്യങ്ങൾ എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക ക്രമം ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലതുപക്ഷം എന്നത് ശരിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പക്ഷമായിട്ട് മാറട്ടെ, അല്ലെങ്കിൽ മാറണം. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. മനുഷ്യൻ്റെ സഹവർത്തിത്വത്തിൻ്റെ ആവശ്യം. ആ സഹവർത്തിത്വമാണ് പാരീസ് പറയുന്നത്. എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. ഈ ഒളിമ്പിക്സ് ഒരു നിമിത്തമാകട്ടെ, ഒരു വേദിയാകട്ടെ. പുതിയ നയങ്ങൾക്ക്, പുതിയ സഖ്യങ്ങൾക്ക്, പുതിയ നയതന്ത്രത്തിന് വഴിതെളിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഉയർന്നു വരുന്നു. അത് ഉയർന്നു വരുന്നു. പ്രാർത്ഥിക്കാം.